We have got interesting and an exciting Belgian Grand Prix last week. So there's been a lot of confusions and controversies surrounding the Belgian Grand Prix, especially Hamilton's crash with George Russell and his penalty, 5-second penalty, and Charles Leclerc crash with Oscar Piastri and all. So there's been a lot of controversies surrounding these incidents. So let's discuss about all of that stuff. So welcome to another video of the channel. So last video we have reviewed the Belgian Grand Prix race. We have discussed about each and every lap and overtakes and best performances from the drivers and all. You can check out that video in my channel. So let's go straight into the video. So the starting of the race, we have seen a lot of position swapping and all. Max Verstappen started from P2. And initially in the start of the race, he had a good pace and he managed to overtake Kimi Antonelli as the race leader. So in the first corner itself, Max Verstappen became the race leader of the Belgian Grand Prix. But it didn't last long. So race സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയ കേസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാക്സ് വെർസ്റ്റാപ്പൻ നല്ലപോലെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. മാക്സ് സ്റ്റാർട്ട് ചെയ്തത് P2 എന്നാണ്. പക്ഷേ ഫസ്റ്റ് ടേണിൽ തന്നെ മാക്സ് വെർസ്റ്റാപ്പൻ P1 വന്നു, റേസ് ലീഡറായി. സോ കിമി ആന്റണി ഓവർടേക്ക് ചെയ്തു. പക്ഷേ ആ ഒരു പൊസിഷൻ കുറേ നേരം നിലനിർത്താൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴ്സിഡീസിൻ്റെ അത്ര ഒരു എനർജി കൺസർവേഷൻ ഇല്ലായിരുന്നു. മീൻസ് കിമിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് മാക്സിമം എനർജി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. അതായത് ടേൺ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേന് ഡിപ്ലോയ്മെൻറ്റ് കംപ്ലീറ്റ്ലി തീർന്നു, ബാറ്ററി കംപ്ലീറ്റ്ലി എം ആയി. പക്ഷേ അപ്പോഴും മെഴ്സിഡീസിൻ്റെ കാരണം നല്ലൊരു പേസ് ഉണ്ടായിരുന്നു, ബാറ്ററി ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും കിമി ആന്റണി ഓവർടേക്ക് ചെയ്ത് മാക്സിനെ ഓവർടേക്ക് ചെയ്ത് P1 ലീഡർഷിപ്പ് തിരിച്ചെടുത്തു. പക്ഷെ അത് മാത്രമല്ല, മാക്സ് P2 P3 ഡ്രോപ്പ് ആയി പോയി. അപ്പം മാക്സിൻ്റെ കാറിൻ്റെ ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഇഷ്യൂ മുതലെടുത്ത് ഫെറാറി ചാൾസ് ലെക്ലർക്കും മാക്സിനെ ഓവർടേക്ക് ചെയ്ത് P2 വന്നു. അപ്പോൾ ഇവിടെയാണ് ക്യാച്ച്. ജോർജ് റസലിൻ്റെ കാറിന്, മെഴ്സിഡീസിലെ ജോർജ് റസലിൻ്റെ കാറിന് ആ ഒരു എൻ്റയർ വീക്കെൻഡിൽ ബാറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു, ഡിപ്ലോയ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ജോർജ് അത് വീക്കെൻഡിൽ എൻ്റയർലി അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ റേസ് എത്തിയപ്പോഴത്തേന് അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അതിൻ്റെ ലോസ് കണ്ടു തുടങ്ങി. ജോർജ് സ്റ്റാർട്ട് ചെയ്തത് P4 പക്ഷേ റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ആ ഒരു പൊസിഷൻ ലോസ് ആയിപ്പോയി. പക്ഷെ ആ ഒരു പേസ് കിട്ടുന്നില്ലായിരുന്നു. ബാറ്ററി ഡിപ്ലോയ്മെൻറ്റ് ഇഷ്യൂ ആണ് ജോർജിൻ്റെ കാറിന് മാത്രം. കിമിയുടെ കാറിന് അത്ര പ്രശ്നമില്ല. ചിലപ്പം ജോർജിൻ്റെ സൈഡ് ഓഫ് ഗരേജിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇവിടെയാണ് ആ ഒരു ഹാമിൽട്ടണുമായിട്ടുള്ള ക്രാഷ് തുടങ്ങുന്ന അവിടെയാണ്. അവിടെ തൊട്ട് പറഞ്ഞു തുടങ്ങണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റേസാണ്, അതൊരു ഭയങ്കര ഹൈ ടെൻഷനായിട്ടുള്ള മൊമെൻ്റ് ആണ്. എസ്പെഷ്യലി ബെൽജിയൻ ഗ്രാൻഡ് പ്രിയുടെ ഫസ്റ്റ് കോർണർ, അവിടെ എപ്പോഴും കേസ് ഉണ്ടാകുന്നതാണ്. ഫസ്റ്റ് കോർണർ പോലും എത്തിയില്ല, അതിന് മുമ്പ് ജോർജിന് ആ ഒരു പൊസിഷൻ ലോസായി. അപ്പോൾ എന്താ ചെയ്യുക, പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്ന P4 ആയിരുന്നു ജോർജിൻ്റെ പൊസിഷൻ. ആ ഒരു പൊസിഷൻ ലോസ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഡ്രൈവേഴ്സ് ആ ഒരു പൊസിഷൻ റീടേക്ക് ചെയ്യാൻ വേണ്ടി നല്ലപോലെ പുഷ് ചെയ്ത് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ആ ഒരു തിരക്കിട്ട് ഡ്രൈവ് ചെയ്യുവാണ് ജോർജ് ചെയ്തത്. അതുമാത്രമല്ല, ജോർജ് ഓവർടേക്ക് ചെയ്യേണ്ടത് ഓസ്കർ പിയസ്ട്രിയെ ഹാമിൽട്ടനെയുമാണ്. അതും കൂടെ ആലോചിക്കണം. അപ്പോൾ ആ ഒരു ഹറിയിൽ, ആ ഒരു അഡ്രിനാലിൻ റഷ് ആയിട്ടുള്ള ഒരു ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു തിടുക്കത്തിൽ നല്ല അക്രമമായിട്ട് തന്നെ ഓടിച്ചു. അങ്ങനെ ഹാമിൽട്ടനെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വന്നു. പക്ഷേ ഇവിടെയാണ് ഫെറാറിയുടെ കാറിന്, എസ്പെഷ്യലി ഹാമിൽട്ടൻ്റെ കാറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഓവർ സ്റ്റിയർ ആവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ടേൺ എത്തുന്നതിന് മുമ്പ് സ്റ്റിയർ ചെയ്ത് ആ ഒരു വശത്തേക്ക് സ്റ്റിയർ ചെയ്ത് തുടങ്ങും. പക്ഷേ ഫെറാറിയുടെ ആ കാറിന്, എസ്പെഷ്യലി ഹാമിൽട്ടൻ്റെ കാറിന് ഓവർ സ്റ്റിയർ ആവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേൺ എടുത്തു കഴിഞ്ഞാലും വീല് കറക്റ്റ് പൊസിഷനിലേക്ക് വരാൻ വേണ്ടി മറ്റ് കാറുകളെ അപേക്ഷിച്ച് ഹാമിൽട്ടൻ്റെ കാറിന് കുറച്ചുകൂടെ സമയമെടുക്കും, ഓവർ സ്റ്റിയർ ആവുന്നതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേൺ എടുത്തു, ഓൾറെഡി റസൽ ഹാമിൽട്ടനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ഓവർ സ്റ്റിയർ ആവുന്നതുകൊണ്ട് ഹാമിൽട്ടൺ വേറെ ആരെയും തട്ടാനോ അല്ലെങ്കിൽ വേറെ കാറിനെ തട്ടിക്കഴിഞ്ഞാൽ ഹാമിൽട്ടൻ്റെ കാറിനും പരിക്ക് വരും. ഫ്രണ്ട് വിങ് ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പണിയാണ്, അല്ലെങ്കിൽ പഞ്ചർ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ കരുതി ഹാമിൽട്ടൺ ഇച്ചിരി ശ്രദ്ധിച്ച് തന്നെ ആ ടേൺ എടുത്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പോഴാണ് ജോർജ് പെട്ടെന്ന് മുമ്പോട്ട് കയറി, ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് കയറി. അപ്പോഴേ തന്നെ ഇടിയും നടന്നു. ഓക്കെ, ലൂയിസ് ഹാമിൽട്ടനാണ് ജോർജ് റസലിനെ ഇടിച്ച്, ജോർജ് റസൽ ആ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് ട്രാക്ക് വിട്ട് പുറത്തു പോവുകയും റേസിൽ നിന്ന് പുറത്താവുകയും ചെയ്തത്. അപ്പോൾ റേസിൽ നിന്ന് പുറത്തായപ്പോഴത്തേന് ജോർജ് എന്താ പറഞ്ഞേ, കരിപൊട്ടി നല്ല തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു റേഡിയോ കോൺവെർസേഷനിൽ. ഒന്ന് എറിഞ്ഞു പൊട്ടിച്ചൊന്നുമില്ല, എറിഞ്ഞു പൊട്ടിച്ചിരുന്നെങ്കിൽ ആ ഫൈൻ കിട്ടിയാൽ, അന്നത്തെ ഫൈൻ ഉണ്ടല്ലോ മൊണാക്കോയിൽ വെച്ചിട്ടൊരു ഫൈൻ, അത് കിട്ടിയാൽ. അപ്പോൾ ഇത് ലൂയിസ് ഹാമിൽട്ടൻ്റെ മിസ്റ്റേക്കാണ്, എൻഡേഞ്ചറിങ് അനദർ ഡ്രൈവർ. അതിന് ലൂയിസ് ഹാമിൽട്ടന് പെനാൽറ്റി കിട്ടി, 5 സെക്കൻഡ് പെനാൽറ്റി. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് കോൺട്രവേഴ്സി. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂയിസ് ഹാമിൽട്ടൺ ഓവർ സ്റ്റിയർ ഉണ്ടായിരുന്നു. അതായത് ലൂയിസ് ഹാമിൽട്ടൺ മാക്സിമം വേറെ ഡ്രൈവറിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ലൂയിസ് ഹാമിൽട്ടൺ ഉണ്ടായിരുന്ന ഫസ്റ്റ് ടേൺ ആണ്, അതൊരു കയോട്ടിക് പൊസിഷനാണ്, അവിടെ എന്ത് സംഭവിക്കാം. അപ്പോൾ മാക്സിമം ഹാമിൽട്ടൺ ആ ഓവർ സ്റ്റിയർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. പെട്ടെന്നാണ് ജോർജ് മുമ്പോട്ട് കയറി വന്നത്, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഇടിച്ചു. ഓക്കെ, അത് ലൂയിസ് ഹാമിൽട്ടൺ ആണ് ജോർജിനെ ഇടിച്ചത്. ഹാമിൽട്ടണ് കൊടുത്ത പെനാൽറ്റി 5 സെക്കൻഡ് പെനാൽറ്റി.
അതിന് FIA അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമിൽട്ടണ് ആക്ച്വലി കൊടുക്കേണ്ടത് 10 സെക്കൻഡ് പെനാൽറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അനദർ ഡ്രൈവറിനെ എൻഡേഞ്ചർ ചെയ്യുന്നത് പോലെ ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് പെനാൽറ്റിയാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു റീസൺ കണക്കിലെടുത്ത്, അതായത് ഓവർ സ്റ്റിയർ ആയതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് 5 സെക്കൻഡേ കൊടുക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ അവിടെ എന്താ ഒരു ചോദ്യം വരാം, FIAയുടെ റൂളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് എങ്ങോട്ട് ചോദ്യം വരാം, അവിടെ ഒരു പെനാൽറ്റിയുടെ ആവശ്യമുണ്ടോ? കാരണം റേസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, റേസ് ഒന്നും ഹീറ്റപ്പ് ആയതുപോലും ഇല്ല, ഒരു എന്താ വൺ ആൻഡ് വൺ ബാറ്റിലൊന്നും വന്നില്ല. ഇപ്പം ജോർജും ഹാമിൽട്ടണും കൂടെ ഒരു 1-on-1 ബാറ്റിലിരിക്കുമ്പം ഹാമിൽട്ടൺ ജോർജിനെ ഇടിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പെനാൽറ്റി കൊടുക്കുന്നതിന് അർത്ഥമുണ്ട്. ഇതിപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടേണിൽ തന്നെ അങ്ങോട്ട് കയറുകയും ഹാമിൽട്ടൺ ഓവർ സ്റ്റിയർ ആയതുകൊണ്ട് ആണ് അങ്ങനെ ഒരു ഇടി നടന്നത്. എന്താ പറയുക, റേസ് ഒന്ന് ഒരു ലാപ്പ് പോലും കഴിഞ്ഞില്ല, അപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഈ സമയത്ത് FIA അങ്ങനൊരു ഇത് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം ഹാമിൽട്ടൺ ഫാൻസ് അല്ലെങ്കിൽ ഈ റൂൾ ബുക്കൊക്കെ ശരിക്ക് നോക്കുന്നവർ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതേ ഇൻസിഡൻറ്റ്, അതായത് ഹാമിൽട്ടൺ ജോർജിനെ ഇടിച്ചതുപോലെ അതേ സെയിം ഇൻസിഡൻറ്റ് ഈ റേസിന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ഉണ്ടാകുന്നുണ്ട്. അവിടെ FIA വേറൊരു നിയമത്തിലാണ്, വേറൊരു രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഈ ഒരു ഇൻസിഡൻറ്റ് കാണുമ്പോൾ ഈ ഒരു FIA ഹാമിൽട്ടണ് 5 സെക്കൻഡ് പെനാൽറ്റി കൊടുത്ത് കാണുമ്പോൾ ഹാമിൽട്ടൺ ഫാൻസ് ചോദിക്കാം, ഇതിപ്പോൾ എന്താ FIA ബയാസ്ഡ് ആണ്, ഹാമിൽട്ടണ് എതിരെയാണ് നിൽക്കുന്നത്, ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ ഇത് തന്നെയാണ് ചെയ്തത്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഇത് സെയിം നമ്മുടെ FIFA പോലെ തന്നെയാണ്. ഈ FIFA വേൾഡ് കപ്പ് നടന്നപ്പം അർജൻറ്റീനയ്ക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു രീതി പോലെ തന്നെയാണ് എല്ലായിടത്തും. ഈ ഒരു എമർജിങ് ബോഡീസ് ഉണ്ടല്ലോ, അവർ ബയാസ്ഡ് ആണെന്ന് ഒരു ഗ്രൂപ്പിൻ്റെ ഫാൻസ്, അതായത് ആ ഒരു ഓർഗനൈസേഴ്സ് ബയാസ്ഡ് ആണെന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുന്നു, അതിൻ്റെ ഓർഗനൈസേഴ്സ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ ഗ്രൂപ്പ് പറയും അവർ അവരുടെ കൂടെയാണെന്ന് അങ്ങനെ പറയും. ആ ഒരു രീതിയിലേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതി നിൽക്കുമ്പം നമുക്കങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതായത് ഒരു ആളുടെ പക്ഷത്ത് നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ രണ്ടുപേരുടെയും പക്ഷത്ത് നിന്ന് നോക്കണം. ജോർജിൻ്റെ രീതി നോക്കുവാണെങ്കിൽ ജോർജ് പൊസിഷൻ ലോസ് ആയിപ്പോയി. P4 സ്റ്റാർട്ട് ചെയ്തിട്ട് P6 വരെ പോയി. അത് തിരിച്ചു പിടിക്കാനല്ലേ ഒരു ഡ്രൈവർ നോക്കത്തുള്ളൂ. മെഴ്സിഡീസിൻ്റെ കാറിന് നല്ല പവറും ഉണ്ട് ബാക്കി എല്ലാ കാറിനെക്കാളും. അപ്പോൾ അത് ഒരു പവർ വെച്ചിട്ട് നല്ലോണം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പോഴാണ് ഹാമിൽട്ടൺ വന്ന് ഇടിച്ചത്. അപ്പം അങ്ങനെ ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ഹാമിൽട്ടൺ ചെയ്തത് മിസ്റ്റേക്കാണ്. പക്ഷേ ഹാമിൽട്ടൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴോ ഹാമിൽട്ടൻ്റെ കാറിനാണ്, ഹാമിൽട്ടൻ്റെ മിസ്റ്റേക്ക് അല്ല, അത് ഫെറാറി കാറിൻ്റെ മിസ്റ്റേക്കാണ്, ഓവർ സ്റ്റിയർ ആയിപ്പോയി. അപ്പോൾ ഹാമിൽട്ടൺ എന്താണ് സംഭവിക്കുന്നത്, ഹാമിൽട്ടൻ്റെ പൊസിഷൻ നിലനിർത്താനല്ലേ നോക്കത്തുള്ളൂ. അതല്ല അതിൻ്റെ ഇടയിൽ ഓവർ സ്റ്റിയർ കൺട്രോൾ ചെയ്യാനും പോകണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഇൻസിഡൻറ്റ് വന്നത്. Okay, we have talked about Hamilton's incident and the same incident, the way which Hamilton hit George Russell, that same incident, that same kind of crash has happened in the lap 8 of the race. അപ്പോൾ ലാപ്പ് 8 ആയപ്പോഴത്തേന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്കർ പിയാസ്ട്രി ചാൾസ് ലെക്ലർക്കിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അതും ഔട്ട് സൈഡിൽ കൂടെ, അതായത് റേസ് ലൈനിൻ്റെ ഔട്ട് സൈഡിൽ കൂടെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു കോർണർ, സെയിം കോർണർ, അതായത് ഹാമിൽട്ടൺ ജോർജിനെ ഇടിച്ച ആ ഒരു കോർണർ ഉണ്ടല്ലോ, ഫസ്റ്റ് കോർണർ, അവിടെ തന്നെ ലാപ്പ് 8 ആ സെയിം കോർണറിൽ സെയിം പൊസിഷനിൽ വന്നപ്പോഴത്തേന് ചാൾസ് ലെക്ലർക്ക് മുമ്പിൽ പോവാണ്. ഓസ്കർ പിയാസ്ട്രി ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ തോന്നിയിട്ട് ചാൾസ് ലെക്ലർക്ക് ആ ഒരു റേസിംഗ് ലൈൻ ഉണ്ടല്ലോ, ഇന്നർ ലൈൻ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പം ചാൾസ് വരുന്നത് ഔട്ടർ ലൈനിൽ കൂടെ, അതായത് റേസിംഗ് ലൈനിൻ്റെ ഔട്ട് സൈഡിൽ കൂടെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ള വരയുടെ അപ്പുറത്തൊന്നല്ല, ഒരു റേസിംഗ് ലൈൻ ഉണ്ടല്ലോ. റേസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഡ്രൈവേഴ്സ് എല്ലാം ഒരു പാത്തിൽ കൂടെയാണ് പോകുന്നത്, ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസേ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടേൺ എടുക്കുന്നതിന് മുമ്പ് ചാൾസ് ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡിലേക്ക് ഒന്ന് പുഷ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചത്, ഓസ്കർ ലെഫ്റ്റിൽ കൂടെ കയറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ലെക്ലർക്കിൻ്റെ റിയർ സൈഡ് ഓസ്കറിൻ്റെ ഫ്രണ്ട് സൈഡ് ക്രാഷ് ചെയ്തു. അപ്പോൾ ഇത് ആരുടെ മിസ്റ്റേക്കാണ്, മനസ്സിലായി? ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പെനാൽറ്റി കൊടുത്തില്ല, FIA ആരും പണിഷ് ചെയ്തില്ല ഇവിടെ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഹാമിൽട്ടൺ ഫാൻസിന് ചൊറിഞ്ഞു വന്നത്. അതായത് ഹാമിൽട്ടൺ അറിയാതെ ഇടിച്ചപ്പോഴത്തേന് 5 സെക്കൻഡ് പെനാൽറ്റി കൊടുത്തു. ഇവിടെ ചാൾസ് ഫ്രണ്ടിൽ പോകുന്നു, ചാൾസ് പെട്ടെന്ന് റേസിംഗ് ലൈന് ട്വീക്ക് ചെയ്ത് എടുത്തപ്പോഴത്തേന് ചാൾസിനൊന്നും കൊടുത്തില്ല. അപ്പം ചാൾസ് അത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഈ ഇൻസിഡൻറ്റിൽ FIA ഒരു ആക്ഷനും എടുത്തില്ല, ചാൾസ് ലെക്ലർക്കിന് ഒരു പെനാൽറ്റിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അതിന് FIA പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാൾസ് ആണ് ഫ്രണ്ടിൽ പോകുന്നത്, ഓസ്കർ പുറയിലാണ്, ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വന്നിട്ടാണ് ഈ ഒരു ക്രാഷ് ഉണ്ടാകുന്നിരുന്നെങ്കിൽ മേ ബി ഒരു പെനാൽറ്റി കൊടുക്കാം, അത് പെനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ
ഓസ്കർ ചാൾസിൻ്റെ പുറയിലാണ്, അപ്പോഴും പുറയിലായിരിക്കുമ്പോഴാണ് ആ ഒരു ക്രാഷ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല വലിയ പരിക്കൊന്നും എടുത്തില്ല, വലിയ ഡാമേജസ് ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ വേറെ രീതി ചിന്തിക്കുകയാണെങ്കിൽ ചാൾസ് ഫ്രണ്ടിൽ പോകുന്നു, ഓസ്കർ പുറയിൽ വന്നിട്ട് ചാൾസിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ആ സമയത്ത് ചാൾസ് സ്ലൈറ്റായിട്ടൊന്ന് ആ ഒരു റേസിംഗ് ലൈൻ മാറ്റി ടേൺ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു റേസിംഗ് ലൈൻ അങ്ങോട്ട് ട്വീക്ക് ചെയ്തു. പെട്ടെന്ന് ഓസ്കറിൻ്റെ കാറിനെ ഇടിച്ചു. അവിടെ FIA ആക്ഷൻ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കണം, ഒരു ഹാമിൽട്ടൺ ഫാനാണ്, ഞാനിപ്പോൾ ഹാമിൽട്ടൺ ഫാനാണെങ്കിൽ ഞാൻ വിചാരിക്കും ഇതെന്താണ് സംഭവം, FIA റിഗ്ഡാണ് അല്ലെങ്കിൽ ഹാമിൽട്ടൺ എതിരാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതുമാത്രമല്ല ഇപ്പം ലെക്ലെർക്കിൻ്റെ കാറിലേക്ക് വന്ന് ഓസ്കർ ഇടിച്ചിട്ട് ഓസ്കർ തെറിച്ച് ട്രാക്കും വിട്ട് ആ ഒരു മണലിലേക്ക് തെറിച്ച് പോകുമായിരുന്നെങ്കിൽ പെനാൽറ്റി കൊടുക്കുമായിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ആ ഒരു ഇടിച്ച് തെറിപ്പിച്ച് കാറിൻ്റെ കുറച്ച് പാർട്സൊക്കെ ട്രാക്കിൽ ചെതറി ഫ്രണ്ട് വിങ്ങും ടയറൊക്കെ പഞ്ചറായി പിറ്റൊക്കെ ചെയ്യുവാണെന്നെങ്കിൽ ഒരു പക്ഷേ ചാൾസ് ലെക്ലെർക്കിന് പെനാൽറ്റി കൊടുക്കുമായിരുന്നായിരിക്കും. അറിയാൻ പറ്റത്തില്ല, FIA അല്ലേ, എന്തും ചെയ്യും. ഫുട്ബോളിലെ FIFA പോലെ ഇവിടെ FIA. Okay, now you have discussed about the Charles and Oscar incident also. So now you have to talk about the McLarens. The Papaya boys, they are back with their Papaya rules, and it's a kind of funny. Lando had a perfectly good weekend in the Belgium. He also started from the last because of the engine penalty and all. He have already had the maximum engine upgrades, so he have to start from the behind. അതുമാത്രമല്ല ലാൻഡോ പുറകെ നിന്നിട്ട് P7 വരെ കയറി വരികയും ചെയ്തു, നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹഡ്ജറിൻ്റെ കേസ് പറയുമ്പം തന്നെ ഹഡ്ജറും പുറമെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹഡ്ജർ പുറമെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് P6 ഫിനിഷ് ചെയ്തത്. ലാൻഡോ പുറമെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് P7. ഓക്കെ, അപ്പോൾ അത്ര നല്ലൊരു ഗുഡ് റൺ ഉണ്ടായിരുന്നു ലാൻഡോയ്ക്ക്. അതുമാത്രമല്ല ആ ഒരു ഓവർടേക്ക് ചെയ്ത് റേസ് സ്റ്റാർട്ട് ചെയ്ത് ഓവർടേക്ക് അടിച്ച് കയറി വരുന്ന സമയത്ത് ഒരു സർട്ടൻ സ്റ്റേജ് എത്തിയപ്പോഴത്തേന് ഓസ്കർ പിയസ്ട്രിയാണ് മുമ്പിൽ. ഓക്കെ, ഓസ്കർ പിയസ്ട്രിയാണ് മുമ്പിൽ. അപ്പോൾ അവർ തമ്മിൽ അറിയാലോ, ഒരു ബാറ്റിലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മെക്ലാരൻ ലാൻഡോയോട് പറഞ്ഞു ഒരു യോയോ റേസിങ്, അങ്ങനെ തമ്മിൽ റേസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ. അതെന്താ സംഭവം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് മെക്ലാരൻ തിങ്സ് എന്നാ പറയാനുള്ളൂ. അവർ രണ്ടുപേരും നല്ല സ്കിൽഫുൾ ഡ്രൈവേഴ്സാണ്, റെസ്പെക്റ്റ്ഫുൾ ഡ്രൈവേഴ്സാണ്. എന്താ സംഭവം നമുക്കറിയത്തില്ല. ചിലപ്പം കഴിഞ്ഞ വർഷത്തെ ഇൻസിഡൻസ് ഉണ്ടല്ലോ, മെക്ലാരൻ ലാൻഡോയ്ക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞ് ഓസ്കറിൻ്റെ മാനേജർ, മറ്റേ അയാളാണ് തോന്നുന്നു, മറ്റേ മാർക്ക് വെബർ, പുള്ളി പറഞ്ഞു മെക്ലാരൻ ടീം ലാൻഡോയ്ക്ക് അനുകൂലമായിട്ട് ഡിസിഷൻ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതിലിപ്പോൾ ഒഴിവാക്കാനായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ചെയ്യേണ്ടെന്ന് മെക്ലാരൻ ലാൻഡോയോട് പറഞ്ഞത്. സോ ബിഫോർ വൈൻഡിങ് അപ്പ് ദ വീഡിയോ, ലെറ്റ്സ് recollect all the things we have discussed. First, we have discussed about the Hamilton and George Russell issue, where FIA granted Lewis Hamilton with a 5-second penalty, which is totally unnecessary in the POV of Hamilton fans. And once again, in the same spot where Hamilton hit George Russell and he got the penalty and all, in the same spot, Oscar Piastri was hit by Charles Leclerc and Charles was not penalized. So hence rise the question, is FIA rigged or something? FIA is favoring one driver and all. There's a lot of confusion is going on. We don't know how these people are taking decisions. We don't know about their thought process and all. We are not in control of that all stuff. അതായത് ഫുട്ബോളിൽ FIFA പോലെ Formula 1 FIA. അതായത് ഇപ്പം ലൂയിസ് ഹാമിൽട്ടൺ ഫാൻസ് പറയും FIA റിഗ്ഡ് ആണ്, അല്ലെങ്കിൽ വേറൊരു ഡ്രൈവറിന് അനുകൂലമായിട്ട് പോകുന്നു അങ്ങനെയൊക്കെ പറയും, നമുക്കറിയത്തില്ലല്ലോ. സോ ഇതായിരുന്നു ആ ഒരു ഇൻസിഡൻസും കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒക്കെ. സോ അടുത്തത് ഇനിയും ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി ആണ്. ഈ വീക്കിൽ തന്നെ ഉണ്ട്, 26-ാം തീയതി ഉണ്ട്. 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുവാണ്, 26-ാം തീയതി റേസ് നടക്കുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ട്രാക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടൊക്കെ വേറൊരു വീഡിയോയിൽ വരാം. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹാമിൽട്ടൻ്റെയും ജോർജിൻ്റെയും ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി, ലെക്ലർക്കിൻ്റെയും പിയാസ്ട്രിയുടെയും വിഷയത്തിലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.